നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ആറ്റുകാൽ അമ്മയെക്കുറിച്ചും ആറ്റുകാൽ ഭഗവതി എങ്ങനെയാണ് ആറ്റുകാലിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നതിനെക്കുറിച്ചും മനസ്സിലാക്കിയാലോ. ഈ കഥ നടക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ കാവരിപ്പൂമ്പട്ടണം എന്ന ഒരു ഊരിലാണ്. സംഘകാലം, അതായത് ഏകദേശം 2000-ലും കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് ഇളങ്കോവടികൾ എന്ന കവി രചിച്ച ചിലപ്പതികാരം എന്ന ഇതിഹാസമായ കാവ്യത്തിലാണ് വീരപുത്രിയായ അല്ലെങ്കിൽ വീരനായകിയായ കണ്ണകിയുടെ കഥ പറയുന്നത്. കാളീദേവി സങ്കല്പമാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ അമ്മ. പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ കാളി രൂപത്തിലുള്ള അവതാരമായിട്ടാണ് ആറ്റുകാൽ അമ്മയെ ആരാധിക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാവരിപ്പൂമ്പട്ടണത്തിൽ ഒരു പ്രമാണിയും ധനികനും ആയിരുന്ന ആളിൻ്റെ മകളായിരുന്നു കണ്ണകി. കണ്ണകിക്ക് വിവാഹപ്രായം വന്നപ്പോൾ ധാരാളം പൊന്നും പണവും പവിഴവും നൽകി കണ്ണകിയെ കോവലൻ എന്ന ധനികനായ ഒരു വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുത്തു കണ്ണകിയുടെ മാതാപിതാക്കൾ. വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. വർഷങ്ങളങ്ങനെ കുറേ കടന്നുപോയി. എന്നാൽ വിധി എന്ന് പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ മാധവി എന്ന ഒരു നർത്തകി കടന്നു വന്നു. കോവലൻ മാധവിയുമായി അടുപ്പത്തിലായി. കണ്ണകിയെയും കുടുംബത്തെയും മറന്ന് കോവലൻ മാധവിയുമായി ജീവിതം ആരംഭിച്ചു. വളരെ ധനികനായിരുന്ന കോവലൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ മാധവിക്ക് അടിയറ വച്ചു. തൻ്റെ പക്കലുള്ള സമ്പത്ത് മുഴുവൻ തീർന്നപ്പോൾ മാധവി കോവലനെ തെരുവിൽ ഇറക്കിവിട്ടു. കോവലൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കണ്ണകിയുടെ അരികിൽ എത്തി. പതിവ്രതയായ കണ്ണകി കോവലനെ സ്വീകരിച്ചു. പുതിയ ഒരു ജീവിതം ആരംഭിക്കാൻ കോവലൻ്റെ കയ്യിൽ സമ്പത്ത് ഒന്നുമില്ല എന്നറിഞ്ഞ കണ്ണകി തൻ്റെ പവിഴം കൊണ്ട് നിർമ്മിച്ച തൻ്റെ 2 ചിലമ്പുകളിൽ ഒന്ന് കോവലന് കൊടുത്തു. അതിനെ പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റിട്ടാണെങ്കിലും എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞ് കോവലൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. കോവലൻ ഈ ചിലമ്പും കൊണ്ട് പാണ്ഡ്യനാടായ മധുരയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്താണ് പാണ്ഡ്യ രാജാവിൻ്റെ പത്നിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് കാണാതാകുന്നത്. പാണ്ഡ്യരാജൻ തൻ്റെ പത്നിയുടെ ചിലമ്പ് കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് പൊൻപണം സമ്മാനമായി കൊടുക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ചിലമ്പ് മോഷ്ടിച്ചത് രാജകൊട്ടാരത്തിലെ തട്ടാൻ തന്നെയായിരുന്നു. ഈ സമയത്ത് ചിലമ്പ് വിൽക്കുവാനായി കോവലൻ ആ ഗ്രാമത്തിൽ എത്തുകയായിരുന്നു. അതും ഈ ചിലമ്പ് മോഷ്ടിച്ച തട്ടാൻ്റെ അരികിലായിരുന്നു കോവലൻ വന്നത്. ഈ ചിലമ്പ് കണ്ട ഉടൻ തട്ടാൻ തൻ്റെ രക്ഷയ്ക്കു വേണ്ടി കോവലൻ കൊണ്ടുവന്ന ചിലമ്പാണ് രാജ്ഞിയുടെ ചിലമ്പ് എന്ന് പറഞ്ഞ് കോവലനെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവിൻ്റെ അരികിൽ എത്തിച്ചു. രാജാവ് ചിലമ്പുകൾ തമ്മിൽ നോക്കിയപ്പോൾ രാജ്ഞിയുടെ ചിലമ്പും കോവലൻ്റെ കയ്യിലിരുന്ന ചിലമ്പും തമ്മിൽ സാദൃശ്യമുണ്ടായിരുന്നു. രാജാവ് കൂടുതലൊന്നും ചിന്തിക്കാതെ കോവലൻ്റെ തല വെട്ടുവാൻ ഭടന്മാരോട് രാജാവ് ഉത്തരവിട്ടു. ഭടന്മാർ രാജാവിൻ്റെ കൽപ്പന ശിരസ്സാൽ വഹിച്ചു. ഇത് അറിഞ്ഞ കണ്ണകി തലമുടി പിരുത്ത് കണ്ണുകൾ തീജ്വാലയാക്കി പാണ്ഡ്യരാജൻ്റെ മുന്നിലെത്തി. തൻ്റെ പതി നിരപരാധിയെന്നും തൻ്റെ മറുചിലമ്പ് രാജാവിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു.
അതിൽ നിന്നും ഒരു പവിഴം പൊട്ടി ചിതറി അതിൽ ഒന്ന് രാജാവിൻ്റെ മുഖത്ത് ചെന്നടിച്ചു. രാജാവ് രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് ബോധരഹിതനാകുകയും അടുത്ത നിമിഷം മരിക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും കണ്ണകിയുടെ കോപം അടങ്ങിയില്ല. തൻ്റെ മാറിടം മധുരയിലേക്ക് പറിച്ചെറിഞ്ഞു. മധുര നഗരം മുഴുവൻ അഗ്നിക്ക് ഇരയാകട്ടെ എന്ന് ശപിച്ചു. കണ്ണകിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാലും കോപാഗ്നിയാലും മധുര നഗരം മുഴുവൻ കത്തി നശിക്കാൻ തുടങ്ങി. മധുര ദേവതയായ മധുര മീനാക്ഷി ദേവിയുടെ ആജ്ഞ അനുസരിച്ച് കണ്ണകി ശാപം പിൻവലിച്ച് പിന്നെ മധുര ഉപേക്ഷിച്ചു. മധുരയിൽ നിന്നും കേരളത്തിലേക്ക് എത്തി. തിരുവനന്തപുരത്ത് കരമന കിള്ളിയാറ്റിൻകരയിൽ എത്തിച്ചേർന്നു. അങ്ങനെ കണ്ണകി ഒരു ബാലികയുടെ രൂപം കൊണ്ട് ആറ്റിൻകരയിൽ കിള്ളിയാറ്റിൻകരയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മറുകരയിൽ കുളിക്കാനെത്തിയ ഒരു വൃദ്ധൻ കാരണവരായ ആ വൃദ്ധനോട് ബാലിക ചോദിച്ചു, എന്നെ അക്കരെ കടത്താമോ എന്ന്. അപ്പോൾ ആ വൃദ്ധൻ കണ്ണകിയെയും കൂട്ടി തൻ്റെ ഇല്ലത്തേക്ക് പോയി. ബാലികയെ അകത്ത് സ്വീകരിക്കാൻ നോക്കുമ്പോൾ ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ ആ കാരണവർക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ആദിപരാശക്തിയായ ദേവി പ്രത്യക്ഷപ്പെട്ടു. ബാലികയായി വന്നത് ഞാൻ തന്നെയാണ്. അടുത്തുള്ള കാവിൽ 3 വര കാണുന്നയിടത്ത് എന്നെ പ്രതിഷ്ഠ നടത്തി കുടിയിരുത്തുവാൻ അരുളി ചെയ്തു. അപ്രകാരം രാവിലെ കാരണവർ കാവിലെത്തിയപ്പോൾ സ്വപ്നദർശനത്തിൽ കണ്ടതുപോലെ 3 വര കാണുകയും അവിടെ ക്ഷേത്രം പണിയുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കി പണിയുകയും പിന്നെ താരിക വധത്തിനു ശേഷം കാളി വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിൽ സൗമ്യഭാവത്തിലാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ ഇപ്പോഴുള്ളത്. കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും ഉള്ളത് ശ്രീ പാർവതി ദേവിയുടെ അവതാരമായ കണ്ണകിയാണെന്നാണ് വിശ്വാസം. അപ്പോൾ ആറ്റുകാലമ്മ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റി എല്ലാവർക്കും അമ്മമാർക്കും അമ്മയായി അതീവ ശക്തി സ്വരൂപിണിയായി ആറ്റുകാലിൽ കുടികൊള്ളുന്നു. നമ്മുടെ ഏത് ആഗ്രഹം നടക്കാനും അമ്മയ്ക്ക് പൊങ്കാല നിവേദിച്ചാൽ ആ ആഗ്രഹം സാധിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പൊങ്കാലയിടാൻ ആളുകൾ ഭക്തജനങ്ങൾ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ, അമ്മയുടെ ഈ അവതാര കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.